ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മാഡ്നസ്. ഇന്നത്തെ അൺബോക്സിങ്. ഇത് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ല, എൻ്റെ കയ്യിൽ കിട്ടിയത് തന്നെ അൺബോക്സ് ചെയ്തിട്ടാണ്. ബിക്കോസ് എന്തെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ലഗേജിൻ്റെ കൂടെ ആ ബോക്സും കൂടെ ക്യാരി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മോൻ്റെ ഫ്രണ്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ബോക്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇതൊരെണ്ണം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ തുറന്നു വെച്ചിരിക്കുന്നത് തന്നെ നോക്കാം. ഇതിൻ്റെ ബോക്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓസ്ട്രേലിയയിൽ തന്നെ പോയി. അപ്പോൾ ഇത് നമ്മുടെ ലംബോർഗിനിയുടെ ഗലാർഡോ ആൻഡ് ഫോർഡ് മസ്താങ് ഡാർക്ക് ഹോഴ്സ്, ഇത് രണ്ടാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ ഇതൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആദിത്യ, താങ്ക്സ് എ ലോട്ട്. നമ്മുടെ ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവി കണ്ടവർക്കറിയാം, അതിലുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തുറന്നിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഗലാർഡോ. ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ആവുന്നുണ്ട്. പക്ഷേ ഇത്രേ ഓപ്പൺ ആവത്തുള്ളൂ. ജാഡ ടോയ്സിൻ്റെ ആണ്, വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ആൻഡ് ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിലിംഗ് ഓക്കെ. ജാഡ ടോയ്സിൻ്റെ ഇതിൽ നല്ല ഡീറ്റെയിലിംഗ് ആണ്. എൻജിൻ റൂം ഓപ്പൺ ആവുന്നില്ല. ഇത്രയാണ് നമ്മുടെ ഗലാർഡോ. വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇതിൻ്റെ അടിഭാഗം ഇവിടെ ജാഡ ടോയ്സ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ലംബോർഗിനി ഗലാർഡോ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ഡീറ്റെയിലിംഗ് ഓവറോൾ പറയാൻ. പിന്നെ എൻ്റെ ബ്രേക്കിൻ്റെ ഡിസ്ക് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ലംബോർഗിനിയുടെ ആസ് യൂഷ്വൽ ലോഗോ ഉണ്ട്. ബാക്കിൽ ലംബോർഗിനി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിന് ഓവറോൾ പറയാനുള്ളത്. ജാഡ ടോയ്സിന് ഞാൻ പറഞ്ഞല്ലോ വലിയതായിട്ടൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ തക്കനെയുള്ള ഡീറ്റെയിലിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മൾക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഒരു ഫുൾ ഒരു കളക്ഷൻ, ഒരു പ്ലാൻ ഉണ്ട് 24-ൻ്റെ. അപ്പോൾ അതിനു വേണ്ടി ഇവന് മേടിച്ചതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഡാർക്ക് ഹൗസ്, ഇപ്പോൾ ഹോട്ട് വീൽസിൽ ആകെ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഡാർക്ക് ഹൗസ്. എല്ലാവരും ഓടിപ്പിടിച്ച് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് ഡാർക്ക് ഹൗസ് എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് കേൾക്കുന്നുണ്ട് ഈ ഒരു വേർഡ്. അപ്പോൾ അതിൻ്റെ 24 നമുക്ക് കിട്ടി. 64 ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മുടെ അടുത്തത് ഫോർഡ് മസ്താങ് ഡാർക്ക് ഹോഴ്സ്. ഇവിടെ ഒരു ഡാർക്ക് ഹോഴ്സ് അല്ല, ഒരു വൈറ്റ് ഹോഴ്സ് ഉണ്ട്. ഇവിടെയും ഒരു ഹോഴ്സിൻ്റെ പടമുണ്ട്. ഫോർഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ രണ്ടും. മസ്താങ് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിലും ഫോർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആവാതെ ഇതിൻ്റെ അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. ഇതും ജാഡ ടോയ്സിൻ്റെ തന്നെയാണ്. എൻജിൻ്റെ ഡീറ്റെയിലിംഗ് അടിപൊളിയാണ്. ബൂട്ട് ഇതാണ്, ചെറിയൊരു ബൂട്ട് സ്പേസ്. പിന്നെ അകത്തും ഡീറ്റെയിലിംഗ് വലിയ തെറ്റൊന്നുമില്ല, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതും 24-ൻ്റെ തന്നെയാണ്. ഓവറോൾ എനിക്ക് വണ്ടിയുടെ കളർ ആൻഡ് ഡീറ്റെയിലിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സൈഡിൽ നിന്ന് ഒരു ഹോസിൻ്റെ പടമുണ്ട്, ഫോർഡ് എന്ന് എഴുതിയിട്ടുണ്ട് സൈഡിൽ. അതുപോലെ തന്നെയാണ് ഈ സൈഡിലും സെയിം. സൂപ്പറായിട്ടുണ്ട്. അടിഭാഗത്തും ഫോർഡ് മസ്താങ് ഡാർക്ക് ഹോഴ്സ് ലൈസൻസ്ഡ് അണ്ടർ സോ ആൻഡ് സോ ജാഡ ടോയ്സ് USA എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതും കാണാം. അടിഭാഗത്തെ ഡീറ്റെയിലിംഗ് ഇത്രയാണ്. അപ്പോൾ രണ്ടും ഓവറോൾ അടിപൊളിയാണ്. റബ്ബർ ടയേഴ്സൊക്കെയാണ് രണ്ടിനും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഗലാർഡോവും ഫോർഡ് മസ്താങ് ഡാർക്ക് ഹോഴ്സും. അപ്പോൾ ഇവരെ സൈഡിലോട്ട് വയ്ക്കാം. നമുക്ക് എന്നിട്ട് അടുത്തതിലോട്ട് പോകാം. അടുത്ത അൺബോക്സിങ്. അപ്പോൾ ഇവനാണ് നമ്മുടെ മെക്ലറേൻ 600 LT. ഇതിന് ഞാനൊരു വലിയ താങ്ക്സ് വിനീതിനോട് പറയുന്നു. വിനീതാണ് എനിക്കിത് സെറ്റാക്കി തന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതും തുറന്ന് കാണാം.
മെക്ലറിൻ്റെ ഒരു ഫസ്റ്റ് കളക്ഷനാണ് നമ്മുടെ 64-ൽ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, വിനീത് എൻ്റെ അനിയനെ പോലെയാണ്. മിനിയേച്ചർ മോഡ്സ്. നമ്മുടെ ഈ ഡൈക്കാസ് കാസിലൊക്കെ ലൈറ്റ് വർക്കൊക്കെ ചെയ്യുന്നതാണ് അനിയൻ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനിയനെ കോൺടാക്ട് ചെയ്യുക. സോറി, അനിയൻ എന്ന് ഞാൻ വിളിക്കും, എൻ്റെ അനിയനെ പോലെയാണ്, ഞാൻ അനിയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിനീതിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല അടിപൊളി ഇതാണ്, വർക്കാണ്. അതിന് ഞാൻ ഗ്യാരണ്ടി ഉണ്ട്, അത് ഷുവർ. ഞാനും താമസിയാൻ ഇപ്പോൾ നാട്ടിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഒരു വണ്ടി കൊണ്ട് കൊടുക്കുന്നുണ്ട് ലൈറ്റ് വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ഇവനെ തുറന്നിട്ട് ഇവനെ കയ്യിൽ നിന്ന് എടുത്ത് നമുക്ക് ഫീൽ ചെയ്യാം. നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. അപ്പോൾ ഇവനാണ് നമ്മുടെ മെക്ലറിൻ്റെ 600 LT. എൻ്റെ 18 മെക്ലറിനിൽ 18-ലുള്ള ഫസ്റ്റ് വണ്ടിയാണ്. 64-ൽ നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട്. ഡീറ്റെയിലിംഗ് ഒക്കെ അടിപൊളിയാണ്. എൻ്റെ ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഓറഞ്ച് ആൻഡ് ബ്ലൂ, നല്ല സൂപ്പറായിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഇത് അനിയൻ എവിടെയോ പോയപ്പോൾ, സോറി വിനീത്, ഞാൻ എപ്പോഴും അനിയെന്ന് വിളിച്ച് അങ്ങനെ തന്നെ ആയി. ഇപ്പോൾ വിനീത് എവിടെയോ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് ഓർത്തത്. അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, സോളിഡോടെ മേക്കാണ്, ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്തോളം പറഞ്ഞു. അങ്ങനെ കിട്ടിയതാണ് എനിക്കിത്. ഞാൻ പറഞ്ഞല്ലോ, മെക്ലറിൻ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ അനിയനെ കാരണം ഒരു മെക്ലറിൻ നമ്മുടെ കളക്ഷനിൽ ആഡായി 18-ൽ. ഇവനാണ് സാധനം. അടിഭാഗത്ത് ഡീറ്റെയിലിങ്ങും കാര്യമൊന്നും അങ്ങനെയില്ല. ഇവിടെ 600 LT ഇട്ടിട്ടുണ്ട്, സോളിഡോ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിലിംഗ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് പടം വരച്ചു വെച്ച പോലെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇത് വന്ന് നമ്മുടെ 600 LT. ഇതെന്തെന്ന് വെച്ചാൽ F1 2019-ൻ്റെ F1-ൽ മെക്ലറിൻ്റെ ഒരു റേസിംഗ് കാർ ഉണ്ടായിരുന്നു, സെയിം കളർ. അപ്പോൾ അവർക്കൊരു ട്രിബ്യൂട്ട് കൊടുത്ത് സോളിഡോ 600 LTയിൽ ഈ കളർ കൊടുത്ത് ഇറക്കിയ ഒരു വണ്ടിയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതാണ് ഇതിൻ്റെ സിസർ ഡോറാണ്. ഇതിന് സിസർ ഡോർ. ഡീറ്റെയിലിംഗ് ഒക്കെ സൂപ്പർബാണ്, ആസ് യൂഷ്വൽ കാണാൻ പറ്റും. സോളിഡോ ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ വേണ്ട, ഡീറ്റെയിലിംഗ് ഒക്കെ സൂപ്പറാണ്. പിന്നെ ഫ്രണ്ടും ബാക്കും ഒന്നും ഓപ്പൺ ചെയ്യുന്ന ഇതൊന്നുമല്ല, ഡോസ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും നല്ല ഡീറ്റെയിലിംഗ് കാര്യമൊക്കെയാണ്. ഇതിൻ്റെ ടയർ വന്ന് റബ്ബർ ടയറാണ്. ഇവിടെ 600 LT എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ എനിക്ക് വേറെ ഒരെണ്ണം ഇതിൽ ഇഷ്ടപ്പെട്ട വന്ന് ഇതിൻ്റെ സ്പോക്സ് അടിപൊളിയാണ്. 5 സ്പോക്സ് ആണ്. ആൻഡ് ഇതിൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സ് ഈ ബോഡിയുടെ കളറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു അട്രാക്ഷൻ ആവുന്നുണ്ട്. ഓവറോൾ സൂപ്പറായിട്ടുണ്ട്. ഇവിടെ മെക്ലറിൻ എഴുതിയിട്ടുണ്ട്. ദെൻ ഇവിടെ 600 LT ആസ് യൂഷ്വൽ. ഇവിടെ 600 LT മെക്ലറിൻ ബാക്കിലും എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓവറോൾ ഇതിൻ്റെ കാര്യം എന്ന് പറയാൻ. സോളിഡോ ആണ്, നല്ല വെയിറ്റ് ഉണ്ട്, സോളിഡ് വെയിറ്റ് ഉണ്ട് ശരിക്കും പറയാൻ പോയാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ മെക്ലറിൻ്റെ 600 LT. ഇവനെയും ഇവിടെ വയ്ക്കാം. അവൻ്റെ കഥ, അത് ഞാൻ പറഞ്ഞ കഥകൾ അത് തന്നെ. അടുത്താണ് ഇന്നത്തെ താരം എന്ന് വേണേൽ പറയാം. നമുക്ക് അടുത്തൊരു 18 പെട്ടെന്ന് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം. വീഡിയോ ഞാൻ ഇവൻ നമ്മുടെ കളക്ഷനിൽ അടുത്ത ആളെന്ന് വേണേൽ പറയാം. ഞാൻ തുറന്നു കഴിയുമ്പോൾ ഏത് കളക്ഷനാണെന്ന് എനിക്കത് അറിയാൻ പറ്റും. അമ്മേ, അതാണ് ഞാൻ ഫുൾ ഇങ്ങനെ റെഡിയായി. ആദ്യമൊക്കെ വേർത്ത് കുളിച്ച്, പുറത്ത് ചൂടുണ്ട്, രാത്രി നല്ല തണുപ്പാണ്, പക്ഷെ ഇപ്പം നല്ല ചൂടുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ ആകെ മൊത്തം മഴുത്താണ്. ഞാനും മോനും കൂടെ പോസ്റ്റ് ഓഫീസിൽ പോയി ഇത് എടുത്തിട്ട് വന്നത്. ഇവിടെ എന്തോ റോഡ് വർക്കും നടക്കുന്നുണ്ട്, അപ്പോൾ ട്രാഫിക്കിന് ഒരു കുറവുമില്ല. അന്യായ പാക്കിംഗ് ആയിപ്പോയി. അപ്പം ഞാനും മുൻപ് ബുദ്ധി പിടിച്ചാണ്
ഞാനും മോനും കൂടെ കുത്തി പിടിച്ചാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ദേഷ്യം വരുന്ന ഒരു പരിപാടി ഇതാണ് എനിക്ക് ശരിക്കും അൺബോക്സിങ്ങിൽ. വണ്ടി കാണാൻ നമ്മളിങ്ങനെ കൊതിച്ച് നിൽക്കുന്ന ആ ടൈമിൽ ഈ ബോക്സ് തുറന്ന് മടുക്കും. ഏറ്റവും ദേഷ്യമുള്ളൊരു പരിപാടി ഇതാണ്. അത് ചിലരുടെയൊക്കെ ബോക്സ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ തെറിച്ചു, അതുപോലെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവനെ കത്തി കൊണ്ട് എവിടെയാ തുറക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിങ്. അവസാനം പേര് കണ്ട ആരും. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഒരു ഗിഫ്റ്റും വെച്ചിട്ടുണ്ട്. ലംബോർഗിനി ഹുറാക്കൻ STO ഒരു ഗിഫ്റ്റും വെച്ചിട്ടുണ്ട്. അതിനെ പെട്ടെന്ന് എടുക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം. അപ്പോൾ ഇവനാണ് നമ്മുടെ ലംബോർഗിനി ഹുറാക്കൻ STO. ഇതാ ഒരു ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് അകത്ത്. ആൻഡ് പെട്ടെന്ന് തന്നെ നമുക്ക് തുറക്കാം. ഇത്ര നേരം നിന്ന് വെയിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ക്ഷമ നശിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ വാച്ച് എന്തോ ഉച്ച വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കിനി ഇതിനെ അൺസ്ക്രൂ ചെയ്യാം. വേഗം അൺസ്ക്രൂ ചെയ്തിട്ട് ബാക്കി കാണാം. 4 സ്ക്രൂ ഉണ്ട്. ഞാൻ അൺസ്ക്രൂ ചെയ്തിട്ട് ബാക്കി വീഡിയോയിൽ. ഇതാണ് നമ്മുടെ STO, ഹുറാക്കൻ STO. നമുക്കിനി ഇതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം. ഒരു റബ്ബർ ബാൻഡ് ഉണ്ട്, ആദ്യം അവനെ കട്ട് ചെയ്യാം. വണ്ടിയൊക്കെ തെറിച്ച് പോകുന്ന പോലെ ഇവർ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. റബ്ബർ നമുക്ക് സൂക്ഷിച്ച് ഊരി തന്നെ എടുക്കാം. ട്രാൻസ്പെറൻറ്റ് റബ്ബർ, അടിപൊളിയല്ലേ? അപ്പോൾ ഇവനാണ് നമ്മുടെ STO. ഡീറ്റെയിലിംഗ് രക്ഷയില്ല. പുതിയൊരു ബ്രാൻഡാണിത്, രാസ്റ്റർ എന്ന് പറഞ്ഞ്. അപ്പോൾ വെയിറ്റ് ഒന്നുമില്ല അധികം. ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട് ശരിക്കും. 18 ഇത്ര, അതിലും സോളിഡോ ചോദിക്കാൻ വേണ്ട, സോളിഡാണ് സാധനം. ഇതിന് ഒത്തിരി വെയിറ്റ് കുറവുണ്ട്. രാസ്റ്റർ എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനിയാണ്. ടയർ വന്ന് റബ്ബർ ടയറാണ്. ഭയങ്കര ഫ്ലെക്സിബിളാണ് ടയറൊക്കെ, അതാണൊരു പേടി. ആക്ച്വലി പുതിയതെന്ന് വെച്ചാൽ അത്ര മാർക്കറ്റിൽ ഇത് പുതിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ ഈ ഒരു മോഡൽ മീൻസ് ഇവരുടെ ഇരുന്നൊരു ഈ മേക്കിൻ്റെ ഒരു മോഡൽ വാങ്ങുന്നത്. പുറത്തുനിന്ന് ഓവറോൾ അടിപൊളിയാണ് സാധനം. പക്ഷെ എനിക്ക് ബാക്കി ഈ ടയറിനൊക്കെ എന്തോ ഒരു ഇതുപോലെ തോന്നുന്നു. ഈ നമ്മുടെ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന വണ്ടികളുടെയൊക്കെ ടയർ പോലെ ഒരുമാതിരി എന്തോ ഒരു പ്രശ്നം തോന്നുന്നു. ഡീറ്റെയിലിംഗ്, ബാക്കി അകത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഡീറ്റെയിലിംഗ് വലിയ തെറ്റൊന്നുമില്ല. ഒരു ബൂരാഗോ മൈസ്റ്റോൻ്റെ ഒക്കെ ഒരു 18 സ്കെയിലിൻ്റെ പറയാം നമുക്ക്. അകത്തെ ഡീറ്റെയിലിംഗ് ഞാൻ വീഡിയോയിൽ കാണിക്കാം. പുറത്തുനിന്ന് ക്ലാസ് ലുക്കുണ്ട് ശരിക്കും. പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ പറയേ വേണ്ട. നല്ല നല്ല കോമ്പിനേഷൻ, നല്ല പെയിൻറ്റിങ്. സോളിഡോ, മൈസ്റ്റോ, ബൂരാഗോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓക്കേ എന്ന് വേണം ഞാൻ പറയും. ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഒരു ഫസ്റ്റ് മോഡലാണ്. ഇനി മേൽക്കൊണ്ട് ഫ്യൂച്ചറിൽ നമുക്കിത് വന്നാലേ ബാക്കി അറിയത്തുള്ളൂ. ഈ വണ്ടിയുടെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാണ് അതിൻ്റെ എൻജിൻ റൂം. ഈ പാട്ട് നമുക്ക് ഊരിയെടുത്ത് വയ്ക്കാം. അതിൻ്റെ കവർ തിരിച്ചും വയ്ക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ ഒരു റേഞ്ചിലും ഓക്കെ എന്ന് വേണേൽ പറയാം. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആവും, നോക്കട്ടെ.
ബ്യൂറോഗോ സോളിഡോ ഒന്നും ഇതുപോലത്തെ ഒരു ഇത്രയും ഓപ്പൺ ചെയ്ത് വെക്കുന്ന രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ നോക്കുമ്പോൾ ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ ഓവറോൾ നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റിൽ ഓക്കെ എന്ന്. ഓവറോൾ ഇനി നമ്മൾ ഈ ബ്രാൻഡിൻ്റെ ഒരു വണ്ടിയും കൂടെ മേടിച്ച് അതിൻ്റെ ഫ്യൂച്ചറിൽ വാങ്ങിയിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്ത് ഡിഫറൻസ് വരുന്നു എന്ന്. ഇപ്പം ഇങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒന്നും മൈസ്ട്രോ ബ്യൂറോകളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെല്ലാം ഓവറോൾ ഗ്രാൻഡ് ആയിട്ടുണ്ട്. പുറത്തുനിന്ന് ക്ലാസ് ആണ്, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വീലിൻ്റെയും ഒക്കെ എന്തോ ഒരു വശപ്പശക് വീലിനൊക്കെ, അതാണ് ഒരു പ്രശ്നം. ബാക്കി ഓവറോൾ ലുക്കുണ്ട്. ഷോക്കേസിൽ വെക്കാൻ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനം. അത്രേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഫ്യൂച്ചറിൽ നമ്മൾ ഇവരുടെ കൂടുതൽ മോഡൽസ് വാങ്ങിയാൽ അപ്പോഴേ എനിക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇത് പറയാൻ പറ്റുള്ളൂ. മൈസ്ട്രോ ബ്യൂറോകളുടെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം അറിയാൻ പറ്റും. അവരുടെ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ ഒരു മാർക്ക് ഞാൻ കുറവ് കൊടുക്കും ഇതിന്. എന്നാലും ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചെറിയ വീഡിയോ ഇതാണ്. നമ്മുടെ ഇന്നത്തെ ഫുൾ അൺബോക്സിങ്ങിൻ്റെ 4 പേര്: ഹുറാക്കൻ എസ്റ്റിയോ, മെക്ലറിൻ്റെ 600 LT, ലംബോർഗിനിയുടെ ഗലാർഡോ, ഫോർഡ് മസ്താങ് ഡാർക്ക് ഹോഴ്സ്. അപ്പോൾ 2 ലംബോർഗിനി ചേട്ടന്മാരും ഒരു മെക്ലറനും ഒരു ഫോർഡ് മസ്താങ്ങും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ. പിന്നെ നമ്മുടെ മെരിയോ ചേട്ടൻ മറക്കണ്ട, ഇവനുണ്ട്, അവനെ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുഞ്ഞു വണ്ടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഓരോ കൂട്ടുകാർക്കും എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അങ്ങനെ നമ്മുടെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇനിയും വളരാനുണ്ട്. താങ്ക് യു.